ഗുഡ് മോർണിംഗ്. രാവിലെ 5 മണി മുതൽ ഒരു 12 മണി വരെയുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്നത് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ നേരെ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? കിച്ചണിലോട്ടാണ് പോകുന്നത്. കിച്ചണിൽ നിന്ന് ഒരുപാട് പണികളുണ്ട്. ഞാൻ കടയിലേക്കുള്ള പണികൾ തന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒന്ന് പുറത്തോട്ടൊക്കെ പോയി ഒന്ന് വ്യൂ ഒക്കെ കണ്ടിട്ട് വരുവാണ് കേട്ടോ. എനിക്ക് ഇവിടെ വന്ന് ഞാൻ കുറച്ച് നേരം പള്ളിയിലോട്ടൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച് കുറച്ച് പോസിറ്റീവൊക്കെ ആയിട്ടാണ് ഞാൻ നേരെ വന്ന് കിച്ചണിൽ പണി തുടങ്ങുന്നത്. ഇന്നലെ രാത്രിയാണ് ഞാൻ സാമ്പാറിലുള്ള പരിപ്പ് കാര്യങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സവാളയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റുകൊണ്ട് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുകയാണ്. ഒരുപാട് പേര് വീഡിയോ ഉണ്ട് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന്. അങ്ങനെ ഞാൻ ചെറു ചൂടുവെള്ളം കുടിക്കുകയാണ് കേട്ടോ, ആരോഗ്യത്തിന് വേണ്ടി. അതിനുശേഷം കറിക്കുള്ള ബാക്കി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. സാമ്പാറിൽ ഞാൻ വെണ്ടയ്ക്കയും സവാളയും തക്കാളിയൊക്കെ പിന്നെയാണ് ഇടുന്നത്. രാവിലെ ഇട്ട് നമ്മളൊന്ന് കലക്കിയെടുക്കും. അപ്പോൾ രാവിലെ നമുക്ക് പണികൾ ഇച്ചിരി കുറയുമല്ലോ. തലേന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മസാലാസ് കലക്കി എടുത്താൽ മതി. 2-3 ദിവസമായിട്ട് ഞാൻ ഉറക്കണിക്കുന്നത് വളരെയധികം ലേറ്റ് ആയിട്ടാണ് കേട്ടോ. കാരണം എത്ര ഉറങ്ങിയാലും മതിയാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ തീരുമാനിച്ചിട്ട് കിടന്നാണ് ഇന്ന് നേരത്തെ എണീക്കണമെന്ന്. മാത്രമല്ല പണികളൊക്കെ നേരത്തെ തീർക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് കേട്ടോ ഞാൻ എണീറ്റത്. അതുകൊണ്ട് ഇന്ന് നല്ല സ്പീഡിലാണ് എല്ലാ പണികളും ചെയ്ത് തീർക്കുന്നത്. ഇന്നും ചേട്ടൻ കടയിലോട്ട് പോകുന്നതിന് മുന്നേ അല്ലൂസിനെ കൊണ്ടാക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. ഇന്ന് പക്ഷേ ചേട്ടൻ നേരത്തെ പോകണം. 6 മണിക്ക് തന്നെ നേരത്തെ കടയിൽ എത്തണം. കാരണം ഇന്നൊരാളുടെ കുറവുണ്ട്. അതുകൊണ്ട് അവിടെ ഒത്തിരി പണികളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് ചേട്ടൻ വന്നിട്ട് എനിക്ക് തേങ്ങയൊക്കെ തിരികെ സഹായിച്ച് തരുവാണ് കേട്ടോ. രാവിലെ ഇതെല്ലാം കൂടി എങ്ങനെ നടക്കുമെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം സ്പീഡ് കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വലിയ പ്രശ്നമാണ്. നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ ചെറിയ ചെറിയ സഹായങ്ങളല്ലേ ഇതൊക്കെയെന്ന് പറയുന്നത്. ഇത് ഞാൻ ഇന്നലെ ഗ്രീൻ പീസ് കുറച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലത്തേക്ക് വേണ്ടി തന്നെയാണ്. കടലത്തേക്കുള്ള ഗ്രേവിയും ഗ്രീൻ പീസും സാമ്പാറൊക്കെ ഇവിടുന്ന് വീട്ടിൽ നിന്നാണ് വെച്ചിട്ട് പോകുന്നത്. ഇത് ചിക്കൻ നമുക്ക് വീട്ടിലത്തേക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഗ്രേവി സെറ്റായിട്ടുണ്ട്. ഇന്നലെ കുറച്ച് ബീഫ് ഇരുന്നു, അതെടുത്ത് ചൂടാക്കണം. ഇവിടെ അല്ലൂൻ ചേട്ടന് ബീഫ് എടുത്ത് ഞാൻ കഴിക്കും. അതിനിടയ്ക്ക് ഞാൻ അല്ലൂസിനെ തട്ടി ഉണർത്തി എങ്ങനെയോ സോഫയെ കൊണ്ടിരുത്തി കേട്ടോ. അവൾ അവിടെ ഇരുന്ന് ഉറങ്ങുവാണ്. പിന്നെ എങ്ങനെയൊക്കെയോ വലിച്ച് എണീപ്പിച്ച് ഞാൻ അവളെ ബാത്റൂമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പണിയൊന്നുമില്ല കേട്ടോ. എനിക്ക് അടുക്കളയിലെ കാര്യം മാത്രം നോക്കിയാൽ. ഇപ്പോൾ അവളുടെ കാര്യവും അടുക്കളയിലെ കാര്യം കൂടെ രണ്ടും കൂടെ ഓടി പിടിച്ച് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പതിയെ ഈ ട്രാക്കിലോട്ട് നമ്മൾ വന്നോളും. എല്ലാ ദിവസവും ചേട്ടനാണ് അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ഫുഡ് കൊടുത്ത് എനിക്കൊന്നും അറിയേണ്ട അവളെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടുള്ളൂ. അത് ബസ് കയറ്റാൻ വരെ കൊണ്ട് ആക്കിക്കോളൂ. അപ്പോൾ ഞാൻ അടുക്കള ജോലികളെല്ലാം ചെയ്ത് ഞാൻ ബാഗ് പാക്ക് ചെയ്ത് എൻ്റെ കാര്യങ്ങളിലോട്ട് ഞാൻ കിടക്കും. പക്ഷേ ഇന്ന് രണ്ടും കൂടെ ആകുമ്പോൾ ടഫാണ്. എനിക്ക് അടുക്കള പണിയേക്കാൾ ടഫായിട്ട് തോന്നുന്നത് അല്ലൂസിൻ്റെ കാര്യമാണ്. അല്ലൂസിനെ കുളിപ്പിക്കുക, അല്ലൂസിന് ഫുഡ് കൊടുക്കുക, അല്ലൂസിനെ റെഡിയാക്കുക. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ഞാൻ ചിക്കന് വേണ്ടിയിട്ടൊക്കെ വഴറ്റി എടുക്കുകയാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ അവളെ വന്ന് അവളുടെ ഒരുക്കമാണ്. അവളുടെ മുടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യമുള്ളൂ. ദൈവം എനിക്ക് പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിക്ക് നിറയെ മുടി കൊടുക്കണമെന്ന്. പക്ഷേ ഇവളുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ എത്ര നമ്മൾ ജട ഒതുക്കിയാലും ഇവളുടെ മുടി വീണ്ടും 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 ജട കെട്ടും. ജട എന്ന് തന്നെയാണെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഭയങ്കര പാടാണ് കേട്ടോ. അവളെ തലയിൽ തൊട്ട് അവൾ കരച്ചിൽ തുടങ്ങും. എനിക്കാണെങ്കിൽ സമയമില്ലാത്ത സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ മുടിയൊക്കെ ഞാൻ ചീകിയെടുത്ത് എല്ലാം കൂടെ വാരി കെട്ടി. എനിക്കിന്ന് പ്രത്യേക സ്റ്റൈലൊന്നും കെട്ടാനുള്ള ടൈമൊന്നുമില്ല. പെട്ടെന്ന് എല്ലാം റെഡിയാക്കണം. ഈ തല കെട്ടിക്കൊണ്ടിരുന്ന സമയത്തോട്ട് ഇതാ അവളുടെ സ്കൂൾ ബസ് പോകുന്നു. പിന്നെ ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല, ഞാൻ തന്നെ കൊണ്ടാക്കണം. അതാണ് ഇനി എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ജോലി. എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ ഇവളെയും കൊണ്ട് സ്കൂളിലാക്കുന്ന. കാരണം നമ്മൾ അതിനുവേണ്ടി ഇനി റെഡിയായി ഒത്തിരി ദൂരം നമ്മൾ സ്കൂട്ടറൊക്കെ ഓടിച്ച് പോകണ്ടേ. നമ്മുടെ ടൈം അവിടെ ഒത്തിരി വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവൾക്ക് നെയ് റോസ്റ്റൊക്കെ ചുട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ ഓടി പിടിച്ച് റെഡിയാവാനായിട്ട് പോയി. ഞാനൊന്ന് പോയി ഫ്രഷായിട്ട് വന്നപ്പോഴത്തേക്കും അല്ലൂസ് അവിടെ നിന്ന് പതിയെ ഫുഡൊക്കെ കഴിക്കുവാണ് കേട്ടോ. എനിക്കിനി ഇവളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം നേരെ കടയിലോട്ട് പോകാനായിട്ട്. കടയിൽ ചെന്നിട്ട് അത് മാത്രമല്ല കടയിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, പർച്ചേസിങ്. അതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കടയിൽ പോവുക, കടയിലേക്കുള്ള പർച്ചേസിങ്, എല്ലാ സാധനങ്ങളും രാവിലെ മേടിച്ച് കൊടുക്കുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അല്ലൂസ് തലേന്ന് തന്നെ ബാഗൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങണം. കാരണം ഇവർക്ക് 8:30 സ്കൂളാണ്. അതിന് മുന്നേ സ്കൂളിൽ എത്തണം. അപ്പോഴത്തേക്കും ഈ പട്ടിക്കുട്ടിയെ വെച്ച് അവൾ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ എങ്ങനെയൊക്കെ അവളെ കൊണ്ട് സ്കൂളിലാക്കി അങ്ങനെ സമാധാനപൂർവ്വം കടയിലോട്ട് വന്നപ്പോൾ നിൽക്കുന്നു. ഇവനാണ് ഇവിടുത്തെ എൻ്റെ കുട്ടി. ഇവനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോ പറയാം കേട്ടോ. അങ്ങനെ കടയിൽ പോയിട്ട് ഞാൻ ഒരു പാലെടുത്തിട്ട് വന്നു. അത് മാത്രമല്ല ഒരു മുട്ട എടുത്തിട്ട് വന്നു കേട്ടോ. മുട്ട എനിക്ക് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പകരം മുട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു മുട്ടയും പഴവും. കാരണം എനിക്കിപ്പോൾ രാവിലെ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ തോന്നാറില്ല. എല്ലാ ദിവസവും എത്ര നേരത്തെ എണീറ്റാലും അവസാന നിമിഷം ഒരു ഓട്ടപ്പാച്ചിലുണ്ട് കേട്ടോ. അപ്പം വീട്ടിൽ വന്നിരുന്ന് കഴിക്കുമ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് കഴിച്ചതിന് ശേഷം 1-2 കറികൾ കൂടെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതും എടുത്ത് ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴുണ്ട് അവൻ എന്നെ ഒരു വല്ലാത്ത നോട്ടം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹെൽമെറ്റ് കാണാനില്ല. ഞാനിവിടെ എല്ലായിടത്തും ഞാൻ എൻ്റെ ഹെൽമെറ്റ് നോക്കി കാണാനില്ല. എവിടെയാണ് ഇനിയിപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാതെ പുറത്തിറങ്ങാനും പറ്റത്തില്ല. കാരണം പുറത്തിറങ്ങിയ പലയിടത്തായിട്ട് പോലീസ് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഗ്ലാസ് ഇല്ലാത്ത എൻ്റെ പഴയൊരു ഹെൽമെറ്റും എടുത്ത് വെച്ചിട്ട് ഞാൻ ഇറങ്ങണം. ഇവിടെ എല്ലാം ഞാൻ നോക്കി. അങ്ങനെ എൻ്റെ കുറേ ടൈം പോയി. അങ്ങനെ കടയിൽ എത്തിയപ്പോൾ ഒരു അല്ലറ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കടയിൽ ചെന്ന സമയത്ത് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ. കടയിൽ ചെന്ന നേരം മുതൽ എനിക്ക് ഇരിക്കാൻ സമയം കിട്ടില്ല. അത്രയ്ക്ക് ഓട്ടോ ആയിരുന്നു. ഓട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു 9 മണി മുതൽ 10:30 വരെയൊക്കെ ഒരു പീക്ക് ടൈമാണ്. ആ ടൈമിലൊക്കെ ഒത്തിരി പേര് ഒരുമിച്ച് കയറി വരുന്ന ടൈമാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ നമുക്ക് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. 1-2 പേര് വന്നും പോയി നിൽക്കും, അത്രയൊക്കെ ഉള്ളൂ. ആ ടൈമിൽ ഞാൻ മസ്റ്റായിട്ട് അവിടെ കാണും. അതിനുശേഷം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 11:30 ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചു. എന്നാലും എനിക്ക് വിശക്കുന്നതുകൊണ്ട് ഞാൻ 2 ദോശയും ഒരു ഇച്ചിരി ചിക്കൻ
ചിക്കൻ കറി എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ശേഷം നേരെ അടുത്ത് സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ ഹോൾസെയിൽ ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കടയിലേക്കുള്ള ഹോൾസെയിൽ സാധനങ്ങൾ മേടിക്കുന്ന കടയാണ്. അപ്പോൾ അവിടെ പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കടയിലെത്തിയ ഉടനെ ഞാനൊരു ബൺ മസ്ക് എടുത്ത് കഴിച്ചു കേട്ടോ. ഞാൻ കുറേ നാളിട്ട് അത് നോട്ടിട്ട് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓവർ മധുരമായിരുന്നു, അതുകൊണ്ട് എനിക്ക് മത്ത് പിടിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ.